ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പുതിയ പലഹാരമാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്നൊരു 4 മണി പലഹാരം. അത് വാഴയിലയിൽ പുഴുങ്ങിയ ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയും വെച്ചുള്ള ഒരു അടയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഏത്തപ്പഴമാണ്. ഇത് നമുക്ക് തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. എല്ലാം ഇങ്ങനെ സ്മോൾ പീസായിട്ട്. ഇത് നല്ല പഴുത്തതാണെങ്കിൽ എളുപ്പമുണ്ട്, ഇതിന് കുറച്ച് പഴുപ്പ് കുറവുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, അധികം പഴുക്കാത്തതായതുകൊണ്ട് എനിക്കിത് വെച്ച് ഉടയ്ക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ മിക്സിയിൽ 2 അടി അടിച്ചു. അതാണിത്. ഇനി ഇതിലേക്ക് ഞാനിത് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഈ ശർക്കര ഒഴിച്ചൊന്ന് ഇതിൻ്റെ അകത്ത് കൂട്ടണം. ഇതുണ്ടോ, ശർക്കരയിൽ ഇതൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കുറച്ച് ആട്ടപ്പൊടി, ഇത് ഏകദേശം ഈ പഴത്തിന് എത്രയാണെന്നോ അതനുസരിച്ച് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 2-3 തവിക്കകത്ത് ഇടുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് ഒഴിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ട് ഈ ആട്ടപ്പൊടിയും ഈ ശർക്കരപ്പാനയും ഏത്തപ്പഴം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്വല്പം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടി അത് ഞാൻ പൊടിച്ച് വെച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതാ ഇലയെല്ലാം നല്ലപോലെ തുടച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം വാഴയിലയാണ് കേട്ടോ, ഞാനിങ്ങനെ മുറിച്ചെടുത്തതാണ്. നന്നായിട്ട് ഇതെല്ലാം കഴുകി, ഇനി കൈ ഒന്ന് വെള്ളം നനച്ച് കൈ നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ചായിട്ടിട്ട് പരത്തി കൊടുക്കാം. ഇതുപോലെ പരത്തി ഇനി നമുക്കൊന്ന് ഇങ്ങനെ ആക്കി ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 4 എണ്ണ ഉള്ളൂ, ഞങ്ങൾ 3 പേരെ ഇവിടെയുള്ളൂ. അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയിട്ട് വരാം. നമുക്ക് നോക്കാം. അപ്പോൾ അട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടോ, ഇതാണ്. നല്ല ചൂടാണ്, എനിക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. ആറിയിട്ട് എടുത്താൽ മതിയായിരുന്നു. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഏത്തപ്പഴം വെച്ചൊരു അട ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.